നമസ്കാരം വിനോദ് സർ. ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഡൽഹി ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണ ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്, ഡൽഹിയിലെ സ്കൂളുകളിൽ ഈ കുട്ടികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് പഠന ആവശ്യങ്ങൾക്കായി ടെക്നോളജി ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല വീട്ടുകാരുമായി, അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്, വീട്ടുകാരുമായി അവർക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും. പക്ഷേ സ്കൂളുകളിൽ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണവും നിരീക്ഷണവും വേണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണും? ഇതൊരു വളരെ പ്രസക്തവും ആനുകാലികമായ, അതായത് നമ്മുടെ ഇന്നത്തെ കാലത്തിന് യോജിച്ച ഒരു വിധിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഞാൻ എൻ്റെ പരിചയമുള്ള മനോരോഗ വിദഗ്ധന്മാരോടൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. കുട്ടികൾ ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് ചീത്തയായി പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സമയം ഫോൺ നോക്കിയത് കൊണ്ടാണ് ചീത്തയായി പോകുന്നതിനൊന്നും നല്ല മനോരോഗ വിദഗ്ധന്മാർ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് ഇവരുമായിട്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതിനൊക്കെ ഒരു നിയന്ത്രണമാണ് വേണ്ടത്, അല്ലാതെ കാടടച്ചുള്ള നിരോധനം അത് ചിലപ്പോൾ ഗുണം ചെയ്യില്ല എന്നാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു വിധി വന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മൈനറായിട്ടുള്ള കുട്ടി, വിദ്യാർത്ഥി, സ്കൂളിൽ അമിതമായി ഫോൺ ഉപയോഗിച്ചു, അത് പിടിച്ചു, ആ കുട്ടിയെ ശിക്ഷിച്ചു. അങ്ങനെയാണ് അവർ കോടതിയിൽ കേസിന് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സങ്കല്പം എന്താണ്? എല്ലാ സ്കൂളുകളിലും ഫോൺ നിരോധിക്കുക, കൊണ്ടുവരരുത്, കൊണ്ടുവന്നാൽ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ശിക്ഷിക്കും, പുറത്താക്കും, സസ്പെൻഡ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അവസാനം വാദം പ്രതിവാദം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളും പറഞ്ഞു, വിദ്യാർത്ഥിയും പറഞ്ഞു, എന്നാൽ കോടതി തന്നെ പറയൂ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, കാരണം മാനദണ്ഡങ്ങളില്ല. ഓരോ സ്കൂളിനും അവർക്ക് താല്പര്യമുള്ള മാനദണ്ഡങ്ങളാണ്. മാത്രമല്ല ഡൽഹി സർക്കാർ 2023 ഉണ്ടാക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പൂർണ്ണമായും ഫോണിനെ നിരോധിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതൊരു അമിതമായ നിയന്ത്രണമാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് അനുപം ജയറാം ഭവാനി എന്ന് പറയുന്ന ജഡ്ജി, ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി, അദ്ദേഹം ഈ പൂർണ്ണമായ നിയന്ത്രണം അനാവശ്യവും പ്രായോഗികമല്ലാത്തതുമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. മാത്രമല്ല അതിലേക്ക് പോകുന്നതിന് മുൻപ്, ഇതിന് മുൻപ് യുനെസ്കോ 2023 യുനെസ്കോയുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൽ ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പക്ഷേ അതും എനിക്ക് തോന്നുന്നു കോടതിയുടെ വിധിയെ സ്വാധീനിച്ചിരിക്കാം. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം വളരെ കുറഞ്ഞ അളവിൽ, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്, അതാണല്ലോ ഫോണിലുള്ളത്, അത് നമ്മുടെ വായനയെ, കണക്കുകൾ പഠിക്കുന്നതിന്, സയൻസ് പഠിക്കുന്നതിനെയൊക്കെ ഇതൊരു പരിമിതമായ അളവിലാണെങ്കിൽ സഹായിക്കും. എന്നാൽ ഒരു ലെവല് കഴിഞ്ഞാൽ, ഒരു ത്രഷോൾഡ് കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷമാകാനാണ് വഴി. അതായത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോവുക, ഓർമ്മശക്തി കുറവ്, അറ്റൻഷൻ സ്പാൻ കുറയുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ യുനെസ്കോയുടെ പഠന റിപ്പോർട്ടിൽ വന്നത്. മാത്രമല്ല ഇത് പാവപ്പെട്ടവനാണോ, കൂടിയവനാണോ, കാശുള്ളവനാണോ, വലിയ കുടുംബത്തിലുള്ളതാണോ, ഈ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ് പോലും, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ കുട്ടികൾ തമ്മിൽ പോലും ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് അമേരിക്കയിലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ത്യയിലും പ്രശ്നമുണ്ട്, ഇന്ത്യയിൽ പ്രശ്നമില്ലെങ്കിൽ ഉഗാണ്ടയിലും പ്രശ്നമില്ല. ഇതാണ് ആ പഠനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി എന്താണ് ഹൈക്കോടതി പറഞ്ഞത്, അതിൻ്റെയൊക്കെ എന്താണ് അതിന്റെ റിലവൻസ് എന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. എനിക്ക് ഉറപ്പുണ്ട് ഈ വിധി മിക്കവാറും മറ്റ് ഹൈക്കോടതികളോ സുപ്രീം കോടതിയോ ഏറ്റെടുക്കാനും, ഇത് ഇന്ത്യയിൽ വ്യാപകമായി, എന്തായാലും വേറൊരു ഹൈക്കോടതിയുടെ വിധി ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാ സ്കൂളുകൾക്കും പ്രായോഗികമാക്കാവുന്ന ഒരു നിർദ്ദേശമാണ്. 9 നിർദ്ദേശങ്ങളാണ് ഡൽഹി ഹൈക്കോടതി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഈ പൂർണ്ണമായ നിരോധനം ഒഴിവാക്കണം, അതൊരിക്കലും പ്രായോഗികമല്ല. അതേസമയം ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം നിയന്ത്രിക്കുകയും കർശനമായി നിരീക്ഷിക്കുകയും ചെയ്യണം. കാരണം കുട്ടികളോട് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാൻ രക്ഷകർത്താക്കളുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഉപാധിയാണ് ഫോൺ. അത് വളരെ പ്രസക്തമാണ്. മാത്രമല്ല കുട്ടിയുടെ സേഫ്റ്റി, ഇപ്പൊ ഇതിനകത്തുള്ള ലൊക്കേഷനൊക്കെ വെച്ച് കുട്ടി എവിടെയാണുള്ളത്, ഇപ്പൊ എവിടെയാണ്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിയെ അറിയിക്കുക, ഇതിനൊക്കെ സ്മാർട്ട് ഫോൺ ആവശ്യമാണ്. അതുകൊണ്ട് അത് പ്രായോഗികമായ ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് കോടതി പറഞ്ഞ ആദ്യത്തെ കാര്യം. 2, സ്കൂളുകളിൽ കുട്ടികൾ ഈ ഫോണും കൊണ്ട് വരരുതെന്ന് പറയാൻ പാടില്ല. വന്നു കഴിയുമ്പോൾ അവർക്കത് സുരക്ഷിതമായി വയ്ക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. അതായത് സ്കൂളിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഫോൺ ഒരു ലോക്കർ പോലുള്ള ഒരു സംവിധാനം വേണം. അത് പോകുന്ന സമയത്ത് കുട്ടിയെ കറക്റ്റായിട്ട് തിരിച്ച് ഏൽപ്പിക്കുകയും വേണം.
അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രായോഗികമായി സ്കൂൾ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അവരുടെ സുരക്ഷയ്ക്കും പ്രധാനമാണ്. അതേസമയം അക്കാഡമിക് ശ്രദ്ധ, അതായത് കുട്ടികളെ പഠനത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക, കളിക്കുക, ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യുകയും പാടില്ല. പക്ഷെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ക്ലാസ് സമയത്ത് ക്ലാസ് റൂമുകളിലും സ്കൂളിനുള്ളിലും ഇതിന്റെ ഉപയോഗം പൂർണ്ണമായും നിരോധിക്കണം. അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് ഫോൺ എടുത്ത് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. കാരണം അത് നമ്മുടെ അധ്യയനത്തിനും തടസ്സങ്ങൾ സൃഷ്ടിക്കും. നേരെ മറിച്ച് ഈ ബഹളങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ വളരെ പറഞ്ഞു. മാത്രമല്ല കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, എത്തിക്കൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നൊന്നുണ്ട്. അത് കുട്ടികൾക്ക് വേണം. അതായത് എങ്ങനെയാണ് ഓൺലൈനിൽ പെരുമാറുക. നമുക്കറിയാം, നമ്മുടെയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ബോധവുമില്ലാതെ തെറി പറയുക, വ്യക്തിപരമായ അധിക്ഷേപം നടത്തുക, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് ഇതെല്ലാം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അവരെ ഈ ഫോണെ നിരോധിക്കുമ്പം എങ്ങനെ അതിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ പറ്റും? അപ്പോ ഈ ഓൺലൈൻ പെരുമാറ്റം, സൈബർ ഭീഷണി, ഇപ്പൊ അറിയാം നമ്മൾ എത്രയോ പേരെ പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കാശ് പറ്റിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ധാർമ്മികത, എത്തിക്കറ്റ്സ്, ഇതിനൊക്കെ അവർക്ക് വിദ്യാഭ്യാസം നൽകണം, സ്കൂൾ തന്നെ നൽകണം. മാത്രമല്ല ഈ ഫോൺ ഉപയോഗത്തിന്റെ ഭാഗമായി വരുന്ന ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, സൈബർ ബുള്ളിങ് എന്നിവയെക്കുറിച്ചുള്ള അവബോധം കൊടുക്കണം, കൗൺസിലിംഗ് നൽകണം. ഇങ്ങനെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഈ പലപ്പോഴും നമ്മൾ പറയും എന്റർടൈൻമെന്റ് ആൻഡ് റിക്രിയേഷൻ ഫോണിന്റെ ഒരു ദുരുപയോഗമാണ്, പ്രത്യേകിച്ച് കുട്ടികളെ. വലിയവർക്കൊക്കെ. അപ്പൊ അത് ആണ് പ്രശ്നം. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല സ്കൂളിൽ പ്രത്യേകിച്ച്. അതായത് കുട്ടികൾ സ്കൂളിൽ എന്റർടൈൻമെന്റിനോ റിക്രിയേഷനോ ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് തടയണം. അപ്പം രക്ഷകർത്താക്കളുമായിട്ടുള്ള കോർഡിനേഷനും സുരക്ഷിതമായി വീട്ടിലെത്താനും സ്കൂളിലേക്ക് വരാനുമാണ് ഫോണുകൾ സഹായിക്കേണ്ടതെന്ന് വ്യക്തമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കോടതി പറഞ്ഞിരിക്കുന്നത്, രക്ഷിതാക്കളും അധ്യാപകരും ഈ എഡ്യൂക്കേഷൻ എക്സ്പേർട്ടും മനോരോഗ വിദഗ്ധരും എല്ലാവരും ചേർന്ന് കൂടി ആലോചിച്ചിട്ട് ഓരോ സ്കൂളും ഓരോ നയരൂപീകരണം നടത്തണം. അപ്പൊ എല്ലാവരുടെയും ആ അഭിപ്രായം സ്വാംശീകരിച്ച് ഒരു സംയുക്തമായ മാർഗരേഖ ഓരോ സ്കൂളും ഉണ്ടാക്കണം. അതാവുമ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നോളും എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല ഓരോ സ്കൂളിനും അവരുടെ അന്തരീക്ഷത്തിന് യോഗ്യമായിട്ട്, ഇപ്പം ഒരു സിറ്റിയിലെ ഒരു സ്കൂളിലെ പോലെ ആവണമെന്നില്ല ഒരു ഗ്രാമത്തിലെ സ്കൂള്, എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. ആ സ്കൂളിനനുസരിച്ച്, ആ സ്കൂളിന്റെ ചുറ്റുവട്ടത്തിനും കെട്ടുപാടുകൾക്കും അനുസരിച്ച് നയരൂപീകരണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇനി ഒരു കുട്ടി പറഞ്ഞാൽ കേട്ടില്ല, ഈ ഫോൺ ഉപയോഗിച്ചു, അപ്പൊ എങ്ങനെയായിരിക്കണം ശിക്ഷാ നടപടികൾ, അതേക്കുറിച്ചും കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് കുട്ടിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, കുട്ടി ഒരു മൈനർ ആണല്ലോ, കുട്ടിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അതിന്റെ പ്രധാനമായ ലക്ഷ്യം. അല്ലാതെ അമിതമായ ശിക്ഷയോ പിഴവുള്ള ശിക്ഷകളോ നൽകാൻ പാടില്ല കുട്ടികൾക്ക് എന്നുള്ളത്. ആ കുട്ടിയെ കറക്റ്റ് ചെയ്യുന്നതിനായിരിക്കണം, ഭയപ്പെടുത്താൻ പാടില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്കൂളിന് പരമാധികാരം അവസാനം ഉണ്ടാവും. ഇനി അടുത്ത അവസാനമായി കോടതി ഒമ്പതാമായി പറഞ്ഞിരിക്കുന്നത്, ഇത് ഇപ്പോഴത്തെ കാര്യം അനുസരിച്ചാണ് പറഞ്ഞത്. ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നതും ഇതൊക്കെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സമയം ഈ കൃത്യമായ ഇടവേളകളിൽ ഈ നയങ്ങളെ അവലോകനം ചെയ്യുകയും വേണം. ടെക്നോളജി അതിവേഗം മാറും. നമുക്കറിഞ്ഞൂടാ ഈ ഫോൺ ഇനി അവസാനം ഏത് രൂപത്തിൽ വന്ന് പ്രാപിക്കുമെന്ന്. അതുകൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടാൻ ഫോൺ ആവശ്യമാണ്. അത് കുട്ടിയുടെ സുരക്ഷയ്ക്ക് പ്രധാനമാണ്. കുട്ടിയുടെ പഠനത്തിന് ഒരുപക്ഷെ അത് സഹായിച്ചേക്കാം. എന്നാൽ സ്കൂളിൽ അതിന് കൃത്യമായ നിയന്ത്രണം ഉണ്ടാകണം. അതായത് ഒരിക്കലും സ്മാർട്ട് ഫോണുകൾ കുട്ടികളുടെ പഠനത്തിന് പ്രതിബന്ധമാകാൻ പാടില്ല. ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ മാനസിക ആരോഗ്യം നിലനിർത്താനുള്ള നിയന്ത്രണങ്ങൾ അതിന് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം. സൈബർ ബുള്ളിയിങ് പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം. ഈ സൈബർ സുരക്ഷയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കണം. രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് വേണം കൊച്ചു കുട്ടികളിലെ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാനും ചെയ്യാൻ. അതായത് കാര്യങ്ങൾ ഒരു മാന്യമായി ചെയ്യണം. എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ നാട് മാറുകയാണ്, ടെക്നോളജി മാറുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകണം, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പാടില്ല. ഇത് ചരിത്രപരമായ ഒരു വിധിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പൊ എൻ്റെ ഇളയ മകള് മൂത്ത മകളും ഒക്കെ എൻട്രൻസിന് പഠിച്ചിരുന്ന സമയത്ത് ഈ എൻട്രൻസ് പഠിക്കുന്ന ആ ഹോസ്റ്റലിൽ പോലും ഫോൺ സമ്മതിക്കത്തില്ല. അപ്പൊ അതായത് നമ്മളൊരു എല്ലാത്തിനോടും, എനിക്കറിയാവുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഫോൺ സമ്മതിക്കില്ല. എറണാകുളത്തുള്ള ഒരു മെഡിക്കൽ കോളേജ്, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ
ഫോൺ സമ്മതിക്കത്തില്ല. അതായത് അവരൊക്കെ ഏത് പ്രായത്തിലുള്ളവരാണ്. അപ്പൊ ഇതൊക്കെയാണ് കോടതി ഈ പറഞ്ഞിരിക്കുന്ന വിധിയോടുകൂടി ഇനി ഒരുപക്ഷെ മിക്കവാറും മറ്റ് കോടതികളും ഹൈക്കോടതികളും ഇത് റാറ്റിഫൈ ചെയ്യാനാണ് എല്ലാ സാധ്യതയും. എന്തായാലും വളരെ വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനി സ്കൂളുകൾക്ക് ഈ തരത്തിൽ മാറേണ്ടി വരും എന്ന് വെച്ച് എല്ലാം അഴിച്ചു വിടുക എന്ന് അർത്ഥമില്ല. അപ്പൊ അത് മാറ്റങ്ങൾ എപ്പോഴും നല്ലതിന് വേണ്ടിയായിരിക്കണം, ഗുണകരമായിരിക്കണം, അത് കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കണം. അതങ്ങനെ ശരിയാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നന്ദി.